കേരളത്തിൽ വൻ ആരാധകരുള്ള ബൃന്ദമുള്ള റാപ്പറാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ. മൂർച്ചയുള്ള വാക്കുകളും വരികളുമായി ഒരു തലമുറയുടെ ഒന്നാകെ കയ്യിലെടുത്ത വേടൻ അടുത്തിടെ വിവാദങ്ങളിൽ അകപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ ഇതര സംസ്ഥാനങ്ങളിലും വേടൻ ശ്രദ്ധ നേടി. തമിഴകത്തു നിന്നും വേടനെ പിന്തുണച്ച ബ്ലോഗർമാർ വീഡിയോ ചെയ്തിരുന്നു. ഈ അവസരത്തിൽ തമിഴ് നിർമ്മാതാവും മാധ്യമപ്രവർത്തകനുമായ അനന്തൻ വേടനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ്. വേടന് ലഭിക്കുന്ന പിന്തുണ കാണുമ്പോൾ അത്ഭുതവും സന്തോഷവും തോന്നുന്നു എന്ന് അനന്തൻ പറയുന്നു. ഭാരതിയാർ വീണ്ടും ജനിച്ചത് വന്നതുപോലെയാണ് തനിക്ക് വേടനെ കാണുമ്പോൾ തോന്നുന്നതെന്നും കേസുകളിൽ നിന്നെല്ലാം വേടൻ മുക്തനായി തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: കേരളത്തിൽ വൻ ആരാധക വൃന്ദമുള്ള റാപ്പറാണ് വേടൻ. അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദത്തെയും അവരുടെ പ്രായവും നോക്കുമ്പോൾ ഈ തലമുറയുടെ ഒരു വിശ്വാസം ഒക്കെ തോന്നുകയാണ്. വേടൻ്റെ വാക്കുകളും പാട്ടുകളും പുതുതലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്നു. അത് കാണുമ്പോൾ ആശ്ചര്യവും ഉത്സാഹവും തോന്നുകയാണ്. അടുത്തിടെ അനിരുദ്ധിൻ്റെ സംഗീത നിശ കേരളത്തിൽ നടന്നിരുന്നു. ആയിരക്കണക്കിന് യുവാക്കൾ 3 മണിക്കൂർ നിന്നുകൊണ്ട് പാട്ട് ആസ്വദിക്കുന്നത് കണ്ടു. അനിരുദ്ധിൻ്റെ അതേ വൈബ്. അതുകൊണ്ട് എനിക്ക് വിഷമം തോന്നി. മെലഡി പാട്ടുകളെ കൊന്നു കുഴിച്ചുമൂടിയ ആളാണ് അനിരുദ്ധ്. ഇന്നത്തെ തലമുറയ്ക്ക് അതാണ് ഇഷ്ടം. എന്നാൽ അനിരുദ്ധിൻ്റെ മോശം പാട്ടുകളാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോഴത്തെ പിള്ളേരുടെ പൾസ് പിടിച്ച് അവരെ പാട്ടുണ്ടാക്കുന്നു. പക്ഷേ വേടൻ ലഭിക്കുന്ന പിന്തുണയും അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണയും കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഈ പ്രായത്തിൽ ഇത്രയും ആശയങ്ങൾ പറയുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഭാരതിയാർ വീണ്ടും ജനിച്ചു വന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാലത്ത് ഭാരതിയാർക്കുണ്ടായിരുന്ന സ്ഥാനത്തിന് അടുത്തേക്ക് വേടൻ വരുന്നു. നിലവിൽ വേടനെതിരെ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും അവിടുത്തെ സർക്കാർ അദ്ദേഹത്തിനോട് താൽപ്പര്യമുണ്ട്. കേസുകളിൽ നിന്ന് തിരിച്ചുവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളം വേടൻ്റെ വരികൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണെന്നും അത് ഈ കടത്തോടെ വേടൻ നിലനിൽക്കും എന്നും പറയുന്നു.